ഒരു നാൾ ഒരാളുടെ ചന്തിയിൽ ഒരു തേനീച്ച കടിച്ച്. ഇവനാകെ വേദനിച്ച് ദേഷിച്ച് ചൊറിഞ്ഞ് മാന്തി നീറ്റലോടുകൂടി ആകെ കലിതുള്ളി എവിടെ നടാ ഈ തേനീച്ച എന്ന ദേഷ്യത്തോടു കൂടി ഈ തേനീച്ചയുടെ കൂട് കണ്ടെത്തുകയും അപ്പം ഇവൻ്റെ കലി തീർക്കാനായിട്ട് ഒരു കമ്പ് കൊണ്ട് ഈ തേനീച്ച കൂടിനെ ഇളക്കുകയും ചെയ്തു. തുടർന്ന് സംഭവിച്ചതോ, കൂട്ടമായിട്ട് ഈ തേനീച്ചകൾ അത്രയും തന്നെ ഇയാൾ ആക്രമിക്കുകയും വലിയ ഒരു അപകടത്തിന് വിധേയമാവുകയും തുടർന്ന് ആശുപത്രി ചികിത്സകൾക്ക് ബാധിതനാവുകയും ചെയ്ത അവസ്ഥയാണ് ഇയാൾക്ക് ഉണ്ടായത്. മര്യാദയ്ക്ക് ഒരു കടിയേറ്റ് അത്രയല്ലേ ഉള്ളൂ, തേനീച്ച ഒന്നല്ലേ എന്നെ കടിച്ചതുള്ളൂ, അത്രയായിട്ടത് പോയല്ലോ എന്ന് ചിന്തിക്കാതെ അയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് പകപോക്കൽ എന്ന നിലയ്ക്ക് കൂടുതൽ പണി മേടിച്ച് കൂടുതൽ പൈസ ചെലവും വേദനയും അസുഖവും അസ്വസ്ഥതയുമായിട്ട് ഇനി ഏറെ നാൾ തള്ളി നീക്കുന്നൊരവസ്ഥയിലേക്ക് സ്വയം വിളിച്ചു വരുത്തി. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നു, നമ്മുടെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്തും ആൾക്കാർ ചീത്ത വിളിക്കും. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ ഇന്നേ ലോകം. അപ്പോൾ ഒരു തേനീച്ച കടിച്ച് ആ കടിയും കൊണ്ട് പോയാൽ കുഴപ്പമില്ലല്ലോ, ഇല്ലെങ്കിൽ ഇതുപോലെ കൂട്ടാക്രമണങ്ങൾക്ക് നാം വിധേയമാകും. അതാണ് ഈ കഥയുടെ പൊരുൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിച്ചേക്കാവുന്നതൊക്കെ നന്ദി, ഇത്രയായിട്ടെങ്കിലും പോയല്ലോ, ഈ നിലവിലുള്ളതും കടന്നു പോവുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ശുഭാപ്തി വിശ്വാസം, ശുഭപ്രതീക്ഷകൾ, ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് അനുഭവവും ഏത് സാഹചര്യവും ഇത്രയായിട്ട് ലഘൂകരിച്ചു പോയി, താരതമ്യേന മറ്റ് കോടിക്കണക്കിന് ആൾക്കാരെ അപേക്ഷിച്ച് എത്രയോ മെച്ചപ്പെട്ട ജീവിതമാണ് എൻ്റേത് എന്ന നന്ദി, കൃതജ്ഞത. അല്ലെങ്കിൽ കൂട്ടാക്രമണം ഇയാൾക്ക് തേനീച്ചയോട് ലഭിച്ചതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക. അതുകൊണ്ട് ആണ് നമ്മുടെ അറിവിൻ്റെ മുത്തുകൾ വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് വരൂ, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. അറോമ ആൻഡ് മ്യൂസിക് തെറാപ്പിയും കൂടിയാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. സുഗന്ധവും സംഗീതവും ധ്യാനവും അറിവും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളതല്ലേ നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. ഇവിടെ മുഖത്തലയിലാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്. എന്നാൽ ഞാൻ സൈക്കോളജിസ്റ്റാണ്. അയത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൽ ആണ് വർക്ക് ചെയ്യുന്നതും. നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലും കൗൺസിലിങ്, സൈക്കോതെറാപ്പി, ഫാമിലി കൗൺസിലിങ്, ഹിപ്നോതെറാപ്പി ഒക്കെ ഉണ്ട്. കുട്ടികൾ, വിദ്യാർത്ഥികൾ, മുതിർന്നവരൊക്കെ പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് ഒരു തേനീച്ച കടിച്ചത് പോട്ടെ എന്ന് വയ്ക്കുക. കൂടുതൽ തേനീച്ചകൾ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ദേഷ്യവും കോപവും ഒക്കെ ഉപേക്ഷിക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സേവനം എടുക്കാം. അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി സുരക്ഷിതരായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന്. ഇല്ലെങ്കിൽ തേനീച്ച എങ്ങനെയാണോ കൂട്ടാക്രമണം ചെയ്യുന്നത് എന്നതുപോലെയാണ് ഇന്ന് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നോക്കി പോവുക. നന്ദി. 9605743596 ആണ് എൻ്റെ നമ്പർ. വിളിക്കുക, വരിക, പ്രയോജനപ്പെടുത്തുക.